ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നസീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പൈനാപ്പിൾ പുഡിങ്ങാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നായി പഴുത്ത പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല മധുരമുള്ള പൈനാപ്പിളാണ് എടുക്കാൻ. ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിളാണ് എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യമുള്ളത് 2 കപ്പ് പൈനാപ്പിളിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. 1 കപ്പ് പാലാണ് എടുക്കുന്നത്. പിന്നെ ചൈന ഗ്രാസാണ് വേണ്ടത്. ഞാനൊരു 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് വാങ്ങിയിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തത്. 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തത്. അത് ഇതിന് കറക്റ്റാണ്. പിന്നെ വേണ്ടത് കുറച്ച് ഫുഡ് കളറാണ്. യെല്ലോ കളറാണ് വേണ്ടത്. അത് പുഡിങ്ങിനൊരു കളറ്, ഒരു യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത പൈനാപ്പിൾ ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അവരൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരക്ക് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ആ പഞ്ചസാരയുടെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് പാൽ തിളപ്പിക്കാൻ വെക്കാം. പാൽ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ബാക്കിയുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായി മെൽറ്റ് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലോട്ട് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. പാൽ ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ തിളപ്പിച്ചാൽ മതി. കുറുകി വരുമൊന്നും വേണ്ട. ഈ സമയം തന്നെ ഞാൻ ചൈന ഗ്രാസ് ഉരുക്കാൻ വെച്ചിരുന്നു. ഇനി അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ചൈന ഗ്രാസ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതൊന്ന് അരിച്ചെടുക്കണം. ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് കുറച്ച് കട്ടകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം പുഡിങ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ കുറേ കട്ടകളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇനി പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ അടിഭാഗത്ത് കുറച്ച് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പൈനാപ്പിളിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. താഴെ മുകളിലും കുറച്ച് പൈനാപ്പിളാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി അതിലോട്ട് പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് സെറ്റാകുന്നവരെ വെച്ചിട്ട് പിന്നെ നമുക്ക് വീണ്ടും അതിന് മുകളിൽ പാലിൻ്റെ മിക്സ് വെച്ച് അങ്ങനെ 2 ലെയറായിട്ടും ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒന്ന് ഹാഫായിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറീസും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളതിൽ ബദാമോ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കഴിക്കുമ്പം പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പം ഞാൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണിത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. താങ്ക്